ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നേ. ഞങ്ങളിവിടെ ഓക്കെ ആയിട്ട് പോകുന്നേ. അപ്പം രാവിലെ തന്നെ എൻ്റെ കിച്ചൺ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ കിച്ചണിലെ പരിപാടി മാത്രമല്ലല്ലോ, യൂട്യൂബിൻ്റെ കുറച്ച് വർക്കുകളും എഡിറ്റുകളും വീഡിയോസ് എടുക്കലും അങ്ങനെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് നല്ല രീതിക്ക് സമയം പോകുന്നുണ്ട്. മറ്റേതെനിക്ക് സമയം പോക്കേ ഉണ്ടായിരുന്നില്ല. ഇവരെ സ്കൂളിലും ഓഫീസിലും എല്ലാം പോയി കഴിയുമ്പോഴത്തേനും രാവിലെ തന്നെ കിച്ചണിലെ പരിപാടിയെല്ലാം കഴിയും. പിന്നെ ഒരു പണിയും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം അങ്ങ് പലവിധ ചിന്തകളാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ലോ, സമയം വെറുതെ കളയുവാണല്ലോ, പഠിച്ചതാണല്ലോ, ജോലിയില്ല, അങ്ങനെ പല പല ചിന്തകളും ടെൻഷനുമായിരുന്നേ. അപ്പം ഈ യൂട്യൂബ് ചാനൽ അതിൻ്റെ ബേസിലാണ് തുടങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഇങ്ങനെ ഫേസൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്ന്. കാരണം ഞാൻ നേരത്തെ തൊട്ടിങ്ങനെ മറ്റുള്ളവരുടെ ഒത്തിരി ചാനലുകൾ ഇപ്പോഴും കാണുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ ബേസിൽ ഒരു 3 വർഷം മുന്നിൽ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ എങ്കിൽ മറ്റുള്ളവരെന്ത് പറയും, ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടാൽ നമ്മുടെ ബന്ധുക്കളൊക്കെ എന്ത് പറയും, എല്ലാവരും എന്ത് ചിന്തിക്കും എന്നുള്ളൊരു നാണം, ഒരു ചമ്മലിൻ്റെ ഒക്കെ പുറത്ത് അവരെന്ത് പറയും എന്നൊക്കെ ഉള്ളൊരു ചിന്തയുടെ പുറത്താണ് ഇത്രയും നാളും തുടങ്ങാതിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, മറ്റുള്ളവർ പറയുന്നതിനെ നമ്മൾ ഓർത്തിരുന്നാൽ നമ്മുടെ കാര്യം ഒന്നും നടക്കത്തില്ലെന്ന്. അപ്പം എനിക്കിത് വലിയൊരു ആഗ്രഹമായിരുന്നു. നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ മറ്റുള്ളവരെ പറ്റി ഓർത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇപ്പം ഞാനിത് ചെയ്തപ്പം ഞാൻ ഒരു സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ മറ്റേത് ഞാനിവിടെ ഇരിക്കുമ്പോഴത്തേനും പറഞ്ഞ പോലെ വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയുക. അപ്പം ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ല. എൻ്റെ കാര്യം നോക്കണം, കൊച്ചിൻ്റെ കാര്യം നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, കിച്ചണിലെ കാര്യം നോക്കണം. അപ്പം അതുകൂടാതെയാണ് ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കുമ്പോൾ നമുക്ക് സമയം സത്യം പറഞ്ഞാൽ തികയുന്നില്ലെന്ന് വേണം പറയാൻ കേട്ടോ. അത് തന്നെയാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും ഓർത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് തുടങ്ങുന്നത്, ഇങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ തുടങ്ങണം കേട്ടോ. നല്ല കാര്യമാണ്. നമുക്ക് സമയം പോകാനും പിന്നെ നമുക്കൊരു സെൽഫായിട്ട് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു റവന്യൂ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല, വ്യൂസ് ഒക്കെ ഭയങ്കര കുറവാണ്. അതൊക്കെ ഓക്കെ, നമുക്കിപ്പോൾ ചാനൽ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓഫ് കോഴ്സ് നമുക്കിത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അത് എപ്പോഴെങ്കിലും മുമ്പോട്ടാകുമെന്ന പ്രതീക്ഷ നമ്മൾ ചെയ്യുവാണ്. അപ്പം അതിനേക്കാട്ടിലും ഉപരി ഞാനൊരു ആഗ്രഹിച്ച കാര്യം എനിക്കിങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. അതെന്തായാലും ഇപ്പം ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നു, ദൈവം സഹായിച്ച്. അപ്പം എൻ്റെ ഹസ്ബൻഡിനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നെ കാണിക്കേണ്ട, നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോളാനാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്തായാലും ഞാൻ രാവിലെ എൻ്റെ പരിപാടിയൊക്കെ ചെയ്യുവാണേ. പറഞ്ഞു എവിടെയോ പോയല്ലേ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇപ്പം ഞാൻ അതിനകത്ത് പനങ്കൽക്കണ്ടമായിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. ആദ്യക്കൂട്ടിനൊരു ചെറിയൊരു ചുമക്കോള് പോലെ തോന്നിയപ്പോൾ ഇട്ടതാ. ഞാനും അതാ കുടിക്കുന്നത്, പനങ്കൽക്കണ്ട ഇട്ട്. എനിക്കൊരു ജലദോഷക്കോളുണ്ട്. അപ്പം അത് നാട്ടിൽ നിന്ന് അച്ഛൻ തന്നു വിട്ടതാ. ഇവന് നേരത്തെ കുഞ്ഞിലെ തൊട്ടേ അതെ ചെറിയൊരു ജലദോഷക്കോളോ കഫക്കെട്ടോ തോന്നുമ്പോൾ തന്നെ പനങ്കൽക്കണ്ടം കൊടുക്കും. അത് ഭയങ്കര നല്ലതാണ്, കഫക്കെട്ടിനൊക്കെ ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ നേരെ ഇവിടെ ഹസ്ബൻഡും കുഞ്ഞുരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഒന്നിച്ച് വർത്താനൊക്കെ പറയായിരുന്നു. നോക്കിയപ്പോഴത്തേനും എൻ്റെ കലണ്ടർ അടിച്ചു കെട്ടി നിലത്ത് കിടപ്പുണ്ട്. ഇത് ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നിൽ ഇതുപോലെ ഭിത്തിയിലൊന്ന് ആക്കി വെച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ കുറേ നാൾ കിടന്നു. പിന്നെ വിരിച്ചു വന്നപ്പോഴത്തേനും നിലത്ത് കിടപ്പുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒട്ടിച്ച് വെക്കും, നിലത്ത് കിടക്കും. സൗണ്ട് കേൾക്കുമ്പോൾ എന്നാ നോർത്ത് നോക്കുമ്പോൾ കലണ്ടറാണ്. അപ്പോൾ ഞാനത് ഒട്ടിച്ച് വെച്ചെടുത്തുനിന്ന് ശകലം ഭിത്തിയുടെ പെയിൻറ്റും കൂടെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡിനോട് എന്നെ ചീത്ത പറയുന്നത് ഞാൻ ഓർത്തത്, ഭാഗ്യത്തിനൊന്നും പറഞ്ഞില്ല. അങ്ങനെ എന്തായാലും രാവിലെ ഞങ്ങൾക്ക് ദോശയായിരുന്നു കേട്ടോ. തലേ ദിവസത്തെ മാവ് കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും ആദ്യക്കുട്ടനും കൂടെ ദോശ കഴിക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത പ്രോഗ്രാം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഡിമാർട്ടിലോട്ടൊന്ന് പോവുകയാണ്. നമുക്ക് എല്ലാ മാസവും ഉള്ള കേട്ടോ ഡിമാർട്ടിലോട്ടൊരു പോക്ക്. അതെനിക്ക് ആദ്യം കഴിഞ്ഞേക്ക് ഇല്ല വേണ്ട, കറണ്ട് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടും ഒരുങ്ങിയിട്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പിലൊക്കെ വന്നു. കാരണം കഴിഞ്ഞ ദിവസം ലിഫ്റ്റേ കയറിയിട്ട് ഞങ്ങളൊന്ന് സ്റ്റക്കായി പെട്ടുപോയായിരുന്നു. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് ചോദിക്കുമായിരുന്നു എന്നോട്, നീ നൈസായിട്ട് എന്നെയും കൂടെ പിടിക്കുമല്ലേ എന്ന്. വലിയ താല്പര്യമൊന്നും ഇല്ല, പിന്നെ ഞാൻ പറയുന്ന കേട്ട് നിന്നതാണ്. അപ്പം നേരെ നമ്മൾ ഫസ്റ്റ് പോയത് നമ്മുടെ കാർ ഒന്ന് വാഷ് ചെയ്യാനായിരുന്നേ. മുഴുവൻ ചെളിയും പൊടിയല്ലായിരുന്നു. അപ്പം നമ്മുടെ കാർ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കുളിച്ചിറങ്ങി വരുന്നുണ്ട്. ഇനി വീണ്ടും പൊടിയിലോട്ട് പോകാനാണ്. കുറേ നേരത്തിന് ശേഷം ഞങ്ങള് അവിടെ ചെന്നപ്പോഴത്തേനും അവരുടെ മെഷീൻ എന്തോ കംപ്ലൈന്റ് ആയി. പിന്നെ കുറെ നേരം നിന്നിട്ടാ ഇപ്പതേ വാഷ് ചെയ്ത് കിട്ടി. അപ്പൊ ഞാനും ആദ്യം കൂടെ അവിടെ കസ്റ്റമർ ലോഞ്ചിൽ കയറി ഇരിക്കുവായിരുന്നു. ഭയങ്കര ചൂടാണല്ലോ. ഞങ്ങള് ഫാനൊക്കെ ഇട്ട് കുറച്ചേരം അവിടെ ഇരുന്നിട്ട് എന്തായാലും വണ്ടി ഇപ്പൊ കിട്ടി. ഇനിയിപ്പൊ ഞങ്ങള് സൂപ്പർ മാർക്കറ്റിലേക്ക് നേരെ പോവുക. അപ്പൊ സമയം ഉച്ചയാവാറായിട്ടുണ്ട്. 1.5 മണിക്കൂർ അവിടെ പോയി സമയം അല്ലേ.
അപ്പം ഞാൻ പറയുമായിരുന്നു കാറ് നല്ല അടിപൊളിയായിട്ട് കുളിച്ച് കുട്ടപ്പനായി നിൽക്കുക, പക്ഷേ ഈ പൊടി കണ്ടില്ലേ മൊത്തം പൊടിയാണ്. ഇവിടെ നമ്മൾ പുറത്തൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു കയറുമ്പോഴത്തേനും കഴുകിയ കാറ് പഴയതിൻ്റെ പിന്നത്തെ ആയിട്ട് കിട്ടും കേട്ടോ. വെറുതെ കഴുകുക, മൊത്തം പൊടിയാകും. അങ്ങനെ നമ്മൾ ഡിമാർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ മാസം ഇതുപോലെ ഡിമാർട്ടിൽ പോയാൽ കേട്ടോ സാധനം വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കല്ലെന്നൊക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് ചെറുതായിട്ട് എടുക്കും. അപ്പോൾ എന്നെ വഴക്കുറയോ എടുക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡ്. പിന്നെ ഞാനങ്ങ് വെച്ചേച്ച് അങ്ങനത്തെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചു തിരിച്ചിറങ്ങും. അപ്പം എനിക്കും ആദ്യം വലിയ ഇഷ്ടമാണ് ട്രോളി ഉണ്ടിക്കൊണ്ട് നടക്കുക. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ തരാറില്ലേ, കാരണം വെല്ലോറും ദേഹത്ത് കൊണ്ടുപോയി മുട്ടിച്ചാലോ എന്ന് ഓർത്ത്. പിന്നെ ഇപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ വന്ന് സാധനം എല്ലാം കാറിനകത്ത് ആക്കിയിട്ട് തിരിച്ച് പോകാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും കാണും ഇഷ്ടം പോലെ കേടുവണ്ടിയൊക്കെ കിടക്കുന്ന കാണാം. അപ്പം ഞാൻ ഓർക്കും ചെയ്യും മലയാളികളൊക്കെ ഇവിടെ, ഞങ്ങളാണെങ്കിൽ നമ്മുടെ അടുത്തൊന്നും അധികം പേരില്ല മലയാളികൾ. എന്തായാലും അങ്ങനെ തിരിച്ചു കയറി. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി. ഇവിടെ നേരത്തെ ഫുള്ള് മരങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലായിരുന്നു ഞങ്ങൾ ആദ്യമേ താമസിച്ചുകൊണ്ടിരുന്നത് വന്ന സമയത്ത്. പിന്നെ ഇപ്പം നമ്മൾ സ്ഥലം മാറിയിട്ടുണ്ട്. അവിടെയാണ് ഇതുപോലെ അധികം മരങ്ങളോ കാര്യമൊന്നുമില്ല, ഫുള്ള് ഫ്ലാറ്റുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതായത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഞാൻ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് ഓർത്തായിരുന്നു പോയത്, പക്ഷെ ഞങ്ങളെല്ലാം മറന്നും പോയി. അതുപോലെ തിരിച്ചെത്താറായപ്പോഴത്തേനുമാണ് ഓർത്തത് കഴിക്കാമെന്ന്. അപ്പം പക്ഷിപ്പനി ചിക്കനൊക്കെ കഴിച്ചാലൊരു പേടി. അപ്പം നമുക്ക് ചിക്കൻ അല്ലാതെ എന്തുവാ പുറത്തു പോയാൽ വേറെ കഴിക്കാം. ഞാനൊന്നും വേറെ ഐറ്റം കഴിക്കത്തുമില്ല. അപ്പോൾ പിന്നെ നേരെ എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ വന്ന് കഴിക്കാൻ റിസ്ക് എടുക്കണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ചെറുപയർ പുഴുങ്ങിയതിരിപ്പുണ്ടായിരുന്നേ, അതും പിന്നെ തൈരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പം പോയപ്പോഴത്തേനും ഒരു സൈസ് ഒരു കുഞ്ഞി കളറുള്ള പപ്പടം മേടിച്ചേ. അപ്പോൾ അതും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ ഓർത്തിട്ട് പോകുന്നു പിന്നെ നേരെ. അപ്പം ഞാൻ ഈ ചീനച്ചട്ടിയിലൊക്കെ വെള്ളം ഇതുപോലെ അങ്ങ് തുടച്ച് കളയും കേട്ടോ. അപ്പം നമുക്ക് ഗ്യാസേ പെട്ടെന്ന് പാത്രം ചൂടാകുമ്പം അത്രയും കൂടെ ഗ്യാസ് ലാഭിക്കാമല്ലോ. അപ്പം നമ്മുടെ എണ്ണയും സാധനമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ നേരെ കൊണ്ടുവന്ന് പൊട്ടിച്ച് പപ്പടം കാച്ചുവാണ്. അപ്പം ഈ പപ്പടം കാച്ചാനും മീൻ വറുക്കാനും ഒക്കെ ഞാൻ ഇതുപോലെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നല്ലതാണോ അഴുക്കാണോന്നൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണയെക്കാട്ടിലും കൊളസ്ട്രോൾ കുറവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്തത്. അങ്ങനെ പപ്പടം എല്ലാം കാച്ചി അടുത്തിരുന്ന പാനകത്തോട് തന്നെ വെച്ച് ഇനിയിപ്പോൾ അടുത്തൊരു പാത്രം എടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങളുടെ ചോറുണ്ണാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളുണ്ടല്ലോ എല്ലാ മാസം ഇതുപോലെ ഡിമാർട്ടിൽ നിന്നോ അല്ലെ സ്മാർട്ട് പോയിന്റിൽ നിന്നോ ഒക്കെ പോയി ഇതുപോലെ കുറച്ച് സാധനങ്ങൾ ഒന്നിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്ന ഗ്രോസറി. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് നല്ലൊരു ലാഭം അവിടെ ലാഭിക്കാൻ പറ്റും എമൗണ്ട്. കാരണം നമ്മൾ കുറച്ച് സാധനം വെച്ച് വേറെ ഓരോ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേനും കുറച്ച് കൂടുതൽ പൈസ ചെറിയ കടക്കാരെ എടുക്കുന്നത്. നമ്മൾ ഡിമാർട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴല്ലോ അത് ഭയങ്കര ലാഭമാട്ടോ ഇവിടെ ഡിമാർട്ടിലും അതേ മറ്റേ സ്മാർട്ട് ബസാറിലും. അത് മാത്രമല്ല നമ്മുടെ അടുക്കളയിലെ സാധനങ്ങൾ എപ്പോഴും നമുക്ക് കാലിയാവാതെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ ഒന്നിച്ച് നമ്മളിങ്ങനെ എടുക്കുമ്പം. അപ്പം നമ്മൾക്ക് നമ്മുടെ ഒരു സാമ്പത്തികത്തിനനുസരിച്ച് നമ്മൾ കുറച്ച് ഒന്നിച്ച് മേടിക്കുന്നതായിരിക്കും കേട്ടോ നല്ല. എന്തായാലും നമ്മൾ മേടിക്കും. അപ്പോൾ അത് ഒരു മാസത്തെ പൈസ കൂട്ടി വെച്ച് ഒന്നിച്ച് മേടിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങളുടെ സാധനമൊക്കെ മേടിച്ചു. പക്ഷേങ്കിൽ നമ്മുടെ കുത്തരി ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ഇപ്പം മറ്റേ വെള്ളേരിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുത്തരി വാങ്ങണമെന്ന് അത് കിട്ടിയില്ല കേട്ടോ. അത് വലിയൊരു അബദ്ധമായിപ്പോയി. എല്ലാ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടിരുന്നായിരുന്നേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡിമാർട്ടിൽ ഇരിക്കുന്നുണ്ട് ഇതുപോലെ ലൂസായിട്ട് നമ്മുടെ കുത്തരി. അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ അത് അവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും ആരും അധികം അത് യൂസ് ചെയ്യാറില്ലെന്ന്. അപ്പോൾ പിന്നെ ഏതോ ഒരു അരി അവിടെ കണ്ടതെടുത്തേ. പച്ചരിയാണോ എന്ന് തന്നെ നല്ല സംശയമാണ് ഞങ്ങൾക്ക്. എന്തായാലും അത് എടുത്ത് ഇനിയിപ്പോൾ ഉണ്ടാകും പറയാം. പിന്നെ ഞാൻ ധൃതി പിടിച്ച് അതിനകത്തുനിന്ന് തെപ്പിപ്പിറക്കി എടുക്കുന്നത് ഈ പനീറാകട്ടോ. പനീറിൻ്റെ കാര്യം മറന്നുപോയായിരുന്നേ. വന്നിട്ട് കുറച്ച് നേരം ആയായിരുന്നു. അപ്പൊ അതെടുത്ത് നേരെ കൈയോടെ ഫ്രിഡ്ജിൽ വെച്ചു. ഡിമാർട്ടിൽ പോയിട്ട് വന്നു കേട്ടോ. വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം കിടന്നോ കുറച്ചു നേരം ഉറങ്ങണം. അപ്പൊ അതിന് മുന്നേ ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് വേണം കിടക്കാൻ. അച്ഛനും മോനും കിടന്ന് ഉറങ്ങി. ഇനിയിപ്പം ഞാനിതെല്ലാം എടുത്ത് വെച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പൊ നമ്മള് മേടിച്ച സാധനം ഇതൊക്കെയാ. അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ്. മെയിനായിട്ട് എനിക്ക് വേണ്ട സാധനം ഇതായിരുന്നേ ചൂല്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചൂലാണ്. ഇത് പറഞ്ഞ പോലെ എത്രയാ 289 സാധനമായിരുന്നു. അത് നമുക്ക് 189 ആയിരുന്നു അവിടെ ഓഫർ പ്രൈസിൽ കിടന്നത്. അപ്പോൾ അതൊരെണ്ണം എടുത്തു. പിന്നെ ഈ പൊറോട്ട ആദ്യക്കുട്ടം പോയി എടുത്താണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ ഈ ഐഡി എന്ന് പറയുന്ന കമ്പനി നല്ല കമ്പനിയാണെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ പിന്നെ ഏതായാലും അതൊരെണ്ണം എടുത്തു. പിന്നെ ഈ കോൾഗേറ്റ് ടോട്ടൽ എന്ന് പറഞ്ഞ പേസ്റ്റാണ് എടുത്തത്. ഇത് നമ്മൾ ആദ്യമായിട്ട് എടുത്തത്. എല്ലാ പ്രാവശ്യം നമ്മുടെ നോർമൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ആയിരുന്നു, വൈറ്റ് പേസ്റ്റ്. ഇതിന് ഏത് കളറാണെന്നൊന്നും അറിയത്തില്ല. അപ്പം അത് ഏതായാലും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് പംകിൻ സീഡ്, പിന്നെ ബദാം, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ആദ്യക്കുട്ടന് കൊടുക്കാനും പിന്നെ നമ്മളും കഴിക്കും.
പിന്നെ ഒരു കെച്ചപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കിസാൻ്റെ, അത് നമ്മുടെ ഇവിടെ ഇരുന്ന് തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ആദ്യമൊക്കെ എല്ലാത്തിൻ്റെ കൂടെയും സോസ് കൂട്ടാൻ വലിയ ഇഷ്ടമാണ്, അപ്പം അതൊരെണ്ണം എടുത്തു. പിന്നെ ഇതുപോലെ ചുമ്മാ ഒരു ഒരു ടവല് പോലെ എന്താ അതിന് 49 രൂപയാണെന്ന് തോന്നുന്നു. അപ്പം അതവിടെ കണ്ടപ്പം അതും ഒരെണ്ണം എടുത്തിട്ട്, ഞാൻ എല്ലാ പ്രാവശ്യം ഇതുപോലെ എന്തെങ്കിലും കിച്ചൺ ടവലോ അല്ലെങ്കിൽ തോർത്തോ ഒന്നും ഇല്ലെങ്കിൽ എനിക്കൊരു ടീഷർട്ടെങ്കിലും തുണിയായിട്ട് എന്തെങ്കിലും ഒരെണ്ണം ഒന്ന് എടുക്കുവേ. പിന്നെ എന്താ നോർമലി എല്ലാവരും വാങ്ങുന്ന സാധനമൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ പൊടി ഐറ്റങ്ങൾ, ഗോതമ്പ് പൊടി, മൈദപ്പൊടി, പിന്നെ മുളക് പൊടി, അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും മസാല അങ്ങനത്തെ സാധനമെല്ലാം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. മുളക് മാത്രം ഉള്ളായിരുന്നു ഇല്ലാഞ്ഞത്. അപ്പം അതൊക്കെ എടുത്തു. പിന്നെ ഇതുപോലെ സ്നാക്സ് ഐറ്റമായിട്ട് 2 ബിസ്ക്കറ്റും പിന്നെ ഈ മിക്സ്ചറും എടുത്തു കേട്ടോ. മിക്സ്ചർ നല്ല ലാഭമായിരുന്നു, അത് ഇങ്ങോട്ട് 160 അത്രേ മറ്റേ ഉള്ളു. അപ്പം വലിയ 2 പാക്കറ്റ് ബൈ 1 ഗെറ്റ് 1 ആയിരുന്നു. അപ്പം അതെടുത്തു. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം മേടിക്കുവാണേ. നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേനും അച്ഛൻ്റെ കടയിൽ നിന്നായിരുന്നു വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം ഇപ്രാവശ്യം കടയിൽ പോയി വീഡിയോയും പിടിച്ചുകൊണ്ട് നിന്ന് ഞങ്ങളെല്ലാം മറന്നുപോയി. അപ്പോൾ പിന്നെ ഒരു വെളിച്ചെണ്ണ മേടിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്രാവശ്യം ഈ സാധനമാണ്, ഈ കുഞ്ഞ് കടായി. അത് ഞാൻ എന്തെങ്കിലും മുട്ട പൊരിക്കാനോ അല്ലെങ്കിൽ കടുക് വറക്കാനോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് എടുത്തത്. അപ്പോൾ ഈ കമ്പനി സത്യം പറഞ്ഞാൽ കേട്ടിട്ട് പോലുള്ള കമ്പനിയല്ല, അതുകൊണ്ട് എന്നോട് എടുക്കണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് കണ്ട് ഞാൻ എടുത്താണ്. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഇതുപോലെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ പാത്രം എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കും. അങ്ങനെയൊക്കെ കേട്ടോ പാത്രങ്ങളൊക്കെ ആകുന്നത്. പിന്നെ ഇതുപോലെ കുറച്ച് സ്ക്രബ്ബറൊക്കെ എടുത്തു. ഈ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ കഴുകണമെങ്കിൽ ഇങ്ങനത്തെ സ്ക്രബ്ബർ വേണമല്ലോ. അപ്പോൾ അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സ്മെല്ലൊക്കെ പിടിച്ചു പോകും. അപ്പം സ്ക്രബ്ബർ 1-2 എടുത്തു. പിന്നെ ഈ ഹാൻഡ് വാഷ് സന്തൂറിൻ്റെ കേട്ടോ നമ്മളെല്ലാ പ്രാവശ്യം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒക്കെ ബോട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനത്തെ ഒരെണ്ണം അങ്ങ് എടുത്തു. അങ്ങനെ ഇതുപോലെ കുറച്ച് അലുക്കുലത്തെ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ടിഷ്യൂവിൻ്റെ ആൾ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. എന്നാ സാധനം ഉണ്ടെങ്കിലും എടുക്കാവുന്ന തുടയ്ക്കാനായിട്ട് ടിഷ്യൂ ഇവിടെ മേടിച്ച് വെക്കും എപ്പോഴേ. ടിഷ്യൂവും ബൈ 1 ഗെറ്റ് 1 ആയിരുന്നു. ഈ ഒരെണ്ണം എടുക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടും. അങ്ങനെ ഈ കണ്ട കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ വൻപയർ, ചെറുപയർ, ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, എന്നാലും കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും നേരെ പോയി കിടന്നുറങ്ങി കേട്ടോ. അച്ഛനും മോനും നേരത്തെ കിടന്നായിരുന്നു. ഞാനും ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് കയറി കിടന്നു. പിന്നെ കുളിയൊന്നും കഴിഞ്ഞില്ലായിരുന്നു. അപ്പൊ ഏറ്റപടി കുളിയും കഴിഞ്ഞിട്ട് വന്നത് എൻ്റെ ചായ വെക്കുവാണ്. അപ്പൊ പഞ്ചസാര ഞാൻ പൊട്ടിച്ചിതോ പുതിയ പാക്കറ്റ് പഞ്ചസാര, എണ്ണ, അരിയുമായിരുന്നു എനിക്ക് തീർന്നിട്ടുണ്ടായിരുന്ന സാധനം. അത് ഈ പറഞ്ഞ പോലെ ഞങ്ങളിപ്പം നാട്ടിൽ പോയിട്ട് വന്നിട്ട് 2 ആഴ്ച ആവാറായി. അതുകൊണ്ടാട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഈ സാധനം എല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒന്നിച്ച് വാങ്ങുന്നതിൻ്റെ ഒരു ഗുണം അതാ കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഞാൻ പൊട്ടിച്ച് കുപ്പിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതുപോലെ കുപ്പിയിൽ സാധനം എല്ലാം തീർന്നു കഴിയുമ്പോഴത്തേനും റീഫില്ല് ചെയ്ത് വെക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അണ്ടകടാകം വരെ തോണ്ടി എടുക്കുമെന്ന് പറയുമല്ലോ, അതുപോലെ ഞാൻ എടുക്കും കേട്ടോ. എന്നിട്ടേ പിന്നെ ബാക്കി എടുത്തുള്ളൂ, കാരണം എടുത്തിടാനുള്ളൊരു മടി കൊണ്ടാണ്. അപ്പോൾ ഇടുമ്പോൾ പിന്നെ അങ്ങ് നിറച്ച് വെക്കും. പിന്നെ അടുത്ത പ്രാവശ്യം കുറച്ച് താമസിച്ചേ തീരുവുള്ളല്ലോ. അങ്ങനെ ചായയൊക്കെ എടുത്തിട്ട് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച മിക്സ്ചർ എടുക്കുവാണ്. അപ്പം ഇങ്ങനത്തെ ഈ പാക്കറ്റ് പലഹാരങ്ങളിലുണ്ടല്ലോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ ഈ മിച്ചർ. അത് പണ്ട് തൊട്ടേ, പക്ഷേ ഈ മിച്ചറല്ല, ഈ ഒരു കുഞ്ഞ് കടുക് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, മസൂർ ദാൽ എന്ന് പറയുന്നത്, അതിട്ട മിച്ചറാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവററ്റ്. അപ്പം ഇത് അഴുക്കായിരിക്കും, ഭയങ്കര എരിവായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര എരിവോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ ഉള്ള മിച്ചറായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ മിച്ചറൊക്കെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വിളക്കത്തിക്കണം, പ്രാർത്ഥിക്കണം, വൈകിട്ട് ചോറുണ്ണുക, കിടക്കുക, ഇത്രയൊക്കെ തന്നെയുള്ളൂ ഡെയിലി കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.